പാലട പായസം എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഇത്തിരി കുറവാണ്, നോമ്പായ കാരണം ഇത്തിരി കുറവാണ്. 6 മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ. ഭാര്യയാണ്, അമ്മയാണ്, കാമുകിയാണ്, അങ്ങനെ വനിതകൾക്കുള്ള എല്ലാ സ്റ്റേജും കഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു അമ്മമ്മയുടെ സ്ഥാനത്തായി. വനിതാ ദിനത്തിനെ പറ്റിയിട്ട് നല്ല അഭിമാനമാണ്. സമ്പാദിച്ച് നമ്മളെ ഈ ഒരു കൈപുണ്യമൊക്കെ നമ്മളെ വീട്ടുകാർക്ക് പകർന്നു, ഒപ്പം തന്നെ നാട്ടുകാർക്കും കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഏറ്റവും വലിയ അഭിമാനമാണിത്. ഇത് നമുക്ക് ഒരാളിൽ നിന്ന് ഒരാൾക്ക് പകർന്നു കൊടുക്കുകയല്ലേ. നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കുന്നു. രാജീവിൻ്റെ ഈ ഒരു സംരംഭം ചോറും മീനും വലിയൊരു ജനപ്രീതി നേടി നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഒന്നും പറയണ്ട, ഏതെല്ലാം നാട്ടിൽ നിന്നാണ് ആളുകൾ വരുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറും മീനും രാജീവേട്ടൻ ഞങ്ങളെ ഒരു ഫാമിലിയിലെ ഒരു അംഗത്തിനെ പോലെയാണ് പെരുമാറുന്നത്, ഞങ്ങളോട് പെരുമാറുന്നത്. നല്ല സഹകരണമാണ്. ഞാൻ ചേച്ചി പായസം പകർന്നു തരും, ഞാനത് ഉള്ളിലോട്ട് കൊണ്ട് സെയിൽ ചെയ്യും, സപ്ലൈ ചെയ്യും. എല്ലാ ദിവസവും ഓരോ ഡ്യൂട്ടിയാണ്. എനിക്കിത് ഇപ്പോൾ കുറച്ചായിട്ട് തന്നെയാണ്. വനിതാ ദിനമാണ്. ആണ്. അഭിമാനമാണ്, നല്ല അഭിപ്രായങ്ങളാണ്, സന്തോഷം. വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ ചടഞ്ഞിരിക്കരുത്, വെറുതെ ഇരിക്കരുത്, രംഗത്തിറങ്ങണമെന്ന് തന്നെയാണോ? അതെ, വീട്ടിൽ ഒതുങ്ങി കൂടാൻ പാടില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ വേണം. പുറത്തേക്ക് ഇറങ്ങിയ നല്ല വമ്പിച്ച ചിലവല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരിക്കുന്നവർക്കൊന്നും പൈസയുടെ മൂല്യത്തിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നു. അപ്പോൾ ആരും വീട്ടിൽ ഒതുങ്ങിയിരിക്കരുത്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പറ്റുന്ന ജോലികൾ ചെയ്യുക. നമ്മൾ വിജയിക്കണം അതിൽ ജോലികൾ ചെയ്തിട്ട്. സ്ത്രീകളുടെ ഒരു നല്ലൊരു കൂട്ടായ്മയിലൂടെയാണ് ഇവിടെ, സ്ത്രീകളുടെ ഒരു കരുത്തും കൂടെയാണ് ഇവിടെ എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഭക്ഷണമാണ് ഇവിടെ. അതെ, വീട്ടിലെ ഭക്ഷണം. സ്ത്രീകൾ ഇവിടെ ഞങ്ങൾ 80 ആളുകളോളം ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും കൂടിയിട്ട്. പ്രായവ്യത്യാസമില്ലാതെ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സമയത്തിനൊക്കെ അനുസരിച്ച് ജോലി ചെയ്യാൻ, കാരണം 10 മണിക്ക് തുടങ്ങി 3 മണിയോട് കൂടി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ പോകാനൊക്കെ സാധിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ 8 മണി, ഞാനിവിടെ 8:45 ആകുമ്പോഴാണ് അവിടെ എത്തുക. ഞങ്ങൾ 5 മണി, ചിലപ്പോൾ 4:45 ആകുമ്പോൾ ഞങ്ങൾ പോകും. ഫ്രൈ ചെയ്യാം. ഒരേ ഡ്യൂട്ടിയാണോ? അല്ലല്ല, ഞങ്ങൾ എല്ലാതും മാറി മാറി ചെയ്യും. ഞങ്ങൾ എന്താ വെച്ചാൽ മീൻ ഫ്രൈ ചെയ്യുന്നത് തന്നെ പല ഐറ്റം മീനുകളുണ്ട്, അത് മാറി മാറി ചെയ്യും, ഫ്രൈ ചെയ്യും. ഏതാണോ കുറവ് വരുന്നത് അത് ഞങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഈ വനിതാ ദിനത്തിൽ മറ്റുള്ള സ്ത്രീകളോടൊക്കെ, ജോലിക്ക് പോവാത്ത വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ജോലിക്ക് പോകണം തന്നെയാണ്. നമ്മളൊരു സന്തോഷം കൂടെയാണത്. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പല സങ്കടങ്ങളും ഓരോരോ ആലോചനകളൊക്കെ വരും. അതിൽ നിന്നൊന്ന് മാറി കിട്ടാൻ പറ്റും. നമുക്കൊരു ജോലി ഉണ്ടാകുമ്പോൾ എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരും ജോലി ചെയ്യണം, ജോലി ചെയ്ത് നമ്മൾ തന്നെ 10 പൈസ സമ്പാദിക്കണം, അതിലൊരു സുഖം കണ്ടെത്തുക. അതന്നെ, എല്ലാവരും ജോലി ഇറങ്ങട്ടെ. ഈ മീൻ പൊരിക്കുന്നത് ഇപ്പോൾ മത്സ്യം എല്ലാ ദിവസവും ഇത് തന്നെയാണോ? അതെ, ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ്. സപ്ലൈക്കാർക്ക് സപ്ലൈയുടെ സെക്ഷൻ, മീൻ പൊരിക്കുന്നവർക്ക് മീൻ പൊരിക്കൽ തന്നെ. അതെ, അതൊന്നും നമ്മളൊന്നും അറിയില്ല. ഇവിടുത്തെ ഒരു സമയമൊക്കെ, പ്രവൃത്തി സമയമൊക്കെ രാവിലെ 8:30 മുതൽ 5 മണി വരെ. ശമ്പളം കിട്ടുന്നുണ്ട്. അതെ. മാനേജ്മെന്റ് ഒരു സപ്പോർട്ടൊക്കെ നല്ല സഹകരണമാണ്. എന്താവശ്യത്തിനും അവർ ഒപ്പമുണ്ട്. ഞങ്ങൾ വനിതകളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയിൽ ഇവിടെ പോകുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. ഒരു ജോലിയുള്ളത് എപ്പോഴും നല്ലതല്ലേ വനിതകൾക്ക്. മക്കളെയും ഹസ്ബൻഡിനെയൊന്നും ആശ്രയിച്ചിട്ട് വേണ്ട, അവരെ ആശ്രയിക്കേണ്ടതല്ല. എപ്പോഴും നമ്മൾ പൈസേൻ്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ കൊച്ചു മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഞങ്ങളിത് സെർവ് ചെയ്യണേ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തിയാണ്. പിന്നെ അവർ പറയാറുണ്ട് നല്ല സേവിങ് ആണ്, നല്ല ചേച്ചിമാരാണ് പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിതാ. മാനേജ്മെന്റ് സപ്പോർട്ടൊക്കെ? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടിങ്. എത്ര പേര്? കുറേ പേരുണ്ട്. 16 പേരുണ്ട് ഇവിടെ അടുക്കള. അവിടെയൊക്കെ വേറെ കുറേ സ്റ്റാഫുകളുണ്ട്. വനിതാ ദിനത്തിൽ സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്താണ്? ആരും വെറുതെ ഇരിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു ജോലി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു
ഇതല്ലേ വരുമാനം ഉണ്ടാവില്ലേ, നമുക്കിങ്ങനെ ഒരു പ്രസ്താവന തുടങ്ങി തന്ന രാജീവേട്ടനോടാണ് നമുക്ക് കടപ്പാട് പറയാനുള്ളത്. അടുത്ത് തന്നെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് വരാനും ആ സ്ഥലത്ത് വലിയൊരു ജനത്തിരക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എല്ലാ ദിവസവും ആളുകളുടെ എണ്ണം കൂടുകയാണ്, ഒഴുകി എത്തുകയാണ്. ഒരുപക്ഷെ തിരക്ക് വരുമ്പോൾ ബേജാറാവാറുണ്ടോ? ഇല്ല സ്പീഡിൽ ചെയ്യും. അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യും. എല്ലാവരും ചെയ്യും. ചേച്ചിയോട് എന്താ ചെയ്യുക? ഞാൻ ചെയ്യാറ് മസാല കൂട്ടും, കാളാഞ്ചി പൊരിക്കും, എല്ലാം ചെയ്യും. കാളാഞ്ചി, ചെമ്മീൻ, കൂന്തൾ, മാന്തൾ, പിന്നെ അയക്കുറ, ആവോലി, എല്ലാവരും ജോലി ചെയ്യണം, നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യാനാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ബില്ലിങ്ങിലായിരുന്നു. എങ്ങനെയാണ് ആളുകളുടെ ഈ പ്രതികരണം അപ്പം തന്നെ അറിയാൻ പറ്റും? കഴിച്ചിറങ്ങി അവർ തന്നെ പറയും സൂപ്പറാണെന്നാണ് പറയണേ. എല്ലാതും സൂപ്പറാണ്, മീനും സൂപ്പറാണ്, ഫുഡും സൂപ്പറാണ്. കൂട്ടൊക്കെ അതൊക്കെ രഹസ്യമാണ്. ഞങ്ങളൊരു കുടുംബശ്രീ ഹോട്ടലിൽ പോയിരുന്നു, 2 കൊല്ലം പോയിരുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം? എങ്ങനെയുണ്ട് ഇവിടെ സുഖമാണ്, എല്ലാം സൂപ്പറാണ്, നല്ല ഇഷ്ടമാണ് ഇവിടെ പണിക്ക് വരാനൊക്കെ നല്ലപോലെ. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു, അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിയുന്നു, അതൊരു സന്തോഷമാണ്. പണിയൊക്കെ സുഖമാണ്. ഏത് സമയത്ത് രാവിലെ വരാറ്? ഞങ്ങൾ 10 മണിക്ക് വരും, 4 മണി. സൗകര്യപ്രദമായൊരു സമയമാണ്. അതെ അതെ. കുറേ ദൂരെ ദിക്കുകളിൽ നിന്നാണ് നിങ്ങളെ ഈ ഒരു വനിതാ കൂട്ടായ്മയുടെ ഭക്ഷണമൊക്കെ ആസ്വദിക്കാൻ ആളുകൾ വരുന്നത്. എന്താണ് പറയാനുള്ളത്? സന്തോഷം തന്നെ എല്ലാവരും വരുന്നത്.